പരിശ്രമം നമ്മൾ പല വഴിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലത്ത് തന്നെയാണ് അർജുനും വണ്ടിയായിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയായിട്ടും അദ്ദേഹത്തെ ശരിയും അതിൻ്റെ പേരിൽ ഒരു 1500 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ കർണാടകയിൽ വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും സന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ മലയാളികൾ ഒത്തൊരുമിക്കുന്ന പോലെ ഒന്നും ഒരു സമൂഹവും ഈ ലോകത്തുനിന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല മരിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്. തിരുവനന്തപുരം കാനപ്പെട്ടപ്പോഴായാലും മലയാളി ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയും കടകൾ തുറക്കാതെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. അവിടെയൊക്കെ സന്നദ്ധ പ്രവർത്തകരായിട്ട് മുന്നിൽ നിന്നത് നമ്മൾ മലയാളികൾ തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒപ്പം. നമസ്കാരം, ജനീഷാണ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ അർജുനെ പറ്റി തന്നെയാണ് വീഡിയോ. അതായത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അർജുൻ്റെ തിരിച്ചു കിട്ടാനുള്ള അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടി വിയിൽ കാണുകയാണ്. അല്ലെങ്കിൽ മലയാളി ഒന്നടങ്കം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ തിരിച്ചു വരാൻ വേണ്ടി. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഞാൻ ഒരു ദിവസം രാവിലെ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു ഇതിനെപ്പറ്റിയുള്ള ആദ്യം ഒരു ന്യൂസായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വാർത്ത എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായതായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു തുടക്കമെങ്കിലും പിന്നീടാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായത്. പിന്നീട് ഇപ്പോൾ അതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ എല്ലാ മീഡിയകളും ഒന്നടങ്കം അതിന് വേണ്ടി ഇറങ്ങുകയും മന്ത്രിമാർ, മിനിസ്റ്റർ, എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ നിൽക്കുകയും അർജുനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ പല വഴിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു ദുരന്തം തന്നെയാണ് കർണാടകയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയൊരു പ്രശ്നമല്ല. അതൊരു വലിയ മഴയെ തുടർന്നുണ്ടായ ഒരു വലിയ ലാൻഡ് സ്ലൈഡും തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതും അതിൻ്റെ ഏറ്റവും പീക്ക് സ്ഥലത്ത് തന്നെയാണ് അർജുനും വണ്ടിയായിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയായിട്ടും അദ്ദേഹത്തെ തിരിച്ചു കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ 3 പേരെ കാണാനുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ സിദ്ധരാമയ്യ പ്രസ്താവനയിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, ഒരുപാട് ഡിലേ വന്നു, കാര്യങ്ങൾ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവിൽ അവിടെ അന്ന് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അവിടുത്തെ സംവിധാനങ്ങളെല്ലാം അതിൻ്റെ പുറകിലായിരിക്കാം. അതുപോലെ തന്നെ ഈ സ്ഥലത്തുനിന്ന് തന്നെ 2 ടാങ്കർ ലോറികൾ പുഴയിലേക്ക്, ആ വലിയൊരു ഗംഗാവരി പുഴ എന്ന് പറയുന്നൊരു വലിയ പുഴയാണ്, ആ പുഴയിലേക്ക് പോവുകയും അത് മലിനമാവുകയും അതിൻ്റെ പേരിൽ ഒരു 1500 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ കർണാടകയിൽ വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും നമുക്ക് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല നമ്മൾ അപ്പം തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ അവിടെ പെട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരാളാണ്, നമുക്കിത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും ചൊവ്വാഴ്ച ഉണ്ടായി ഈ സംഭവം. ബുധൻ കഴിഞ്ഞ്, വ്യാഴം കഴിഞ്ഞ്, വെള്ളി കഴിഞ്ഞ്, ശനിയാഴ്ച ഇന്നലെയാണ് ഇതിനൊരു എന്താ പറയുക ഈ ഒരു രക്ഷാപ്രവർത്തനം ഒന്ന് ഉണർന്നത് ഇന്നലെ തൊട്ടാണെന്ന് പറയാം. എന്നാലും അവർക്കറിയാം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇപ്പം നമ്മളവിടെ രഞ്ജിത്ത് പോയിട്ടായാലും പറഞ്ഞു അദ്ദേഹം വിചാരിച്ച പോലെയല്ല. കാരണം നമ്മൾ കവളപ്പാറയിലോ പെട്ടിമണയിലൊക്കെ ഉണ്ടായ പോലത്തെ ഒരു രീതിയിലുള്ള അവിടെ ഒരുപാട് പേരെ കാണാനുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇത് ഒരാളാണെങ്കിലും ആ ഒരു അത്രയ്ക്ക് ഉയരത്തിൽ നിന്നാണ് ഈ മണ്ണ് വീണ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ചെളി ഇതായിട്ട് നമുക്ക് വ്യക്തികൾക്കൊന്നും, അല്ലെങ്കിൽ വ്യക്തികൾക്കോ 2-3 വണ്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മണ്ണ് മാറ്റുക തന്നെ വേണം. മണ്ണ് അവിടുന്ന് മാറ്റാതെ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടു. അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത്, അതായത് എപ്പോഴും നമ്മൾ മലയാളികൾ ഒത്തൊരുമിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ മലയാളികൾ ഒത്തൊരുമിക്കുന്ന പോലെ ഒന്നും ഒരു സമൂഹവും ഈ ലോകത്തുനിന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒത്തൊരുമിക്കുന്നത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും ഒരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഏകോപിപ്പിക്കാനോ രക്ഷപ്പെടുത്താനുള്ള ശ്രമമൊന്നും വേറെ ഒരാൾക്കാരുടെ ഭാഗത്തുനിന്നും ഇത്ര അധികം ഉണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നൗഷാദ് 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മാൻഹോളിൽ രക്ഷിക്കാൻ ഇറങ്ങി മരിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അതുപോലെ അത് ഒരു ഉദാഹരണം മാത്രമല്ല. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സുനാമി ഉണ്ടായപ്പോഴായാലും, ഓക്കി ഉണ്ടായപ്പോഴായാലും, 2018 പ്രളയം ഉണ്ടായപ്പോഴായാലും, ഇപ്പോൾ കവളപ്പാറ മണ്ണിടിച്ചിലുണ്ടായപ്പോഴായാലും, പെട്ടിമടയിലുണ്ടായപ്പോഴായാലും എല്ലാം ഇപ്പോൾ എന്തിനു വേറെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജോയ് തിരുവനന്തപുരം കാനപ്പെട്ടപ്പോഴായാലും മലയാളി ഒന്നടങ്കം അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനകളോടെയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തിട്ടായാലും എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കോഴിക്കോട് നമുക്കറിയാം, നമ്മുടെ എയർപോർട്ടിൽ അന്നൊരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്ത സമയത്തായാലും എത്ര രാജ്യം തന്നെ അഭിനന്ദിച്ച സിറ്റുവേഷനായിരുന്നു അന്നുണ്ടായത്. കാരണം ഇത്ര അധികം ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് നമ്മുടെ സമയോചിതമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി കൊണ്ടാണെന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ കേരളത്തിനുണ്ടായി. എല്ലാം പോട്ടെ, നമ്മുടെ ദുബായിലിപ്പോൾ ഇത്ര വലിയ ചരിത്രത്തിലില്ലാത്ത മഴയായിരുന്നു ഈ വെയിൽ കഴിഞ്ഞ 2-3 മാസം മുമ്പ് പെയ്ത്, ഏപ്രിൽ 16-ാം തീയതി.
അത് കഴിഞ്ഞ് ഒരുപാട് സ്ഥലത്ത് വെള്ളക്കെട്ടുകളും ആളുകൾക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റാതെയും ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെയും അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാതെയും കടകൾ തുറക്കാതെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. അവിടെയൊക്കെ സന്നദ്ധ പ്രവർത്തകരായിട്ട് മുന്നിൽ നിന്നത് നമ്മൾ മലയാളികൾ തന്നെയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഒപ്പം, മുനിസിപ്പാലിറ്റിയുടെ ഒപ്പമൊക്കെ എല്ലാ വീടുകളിലേക്കും ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾ കാണാനൊക്കെ ഈ ഒരു സമൂഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ അസോസിയേഷനും അല്ലെങ്കിൽ മലയാളികളുടെ കൂട്ടായ്മ തന്നെയാണ് എപ്പോഴും എല്ലാ സ്ഥലത്തും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒത്തൊരുമിക്കുന്നത്. നമ്മളെ പോലൊന്നും ഒരാളും ചെയ്യില്ല. അത് നമ്മൾ എവിടെ പോയാലും നമ്മൾ നാടിനെ കുറ്റം പറയാം, നമ്മൾ ആൾക്കാരെ കുറ്റം പറയാം, രാഷ്ട്രീയം പറയാം, ഒക്കെ ശരിയാണെങ്കിലും ഈ ഒരു ഗുണം, നമുക്കുള്ള ഈ ഗുണം വേറെ ഒരാൾക്കാർക്കും ഇല്ല. അപ്പോൾ ഇന്നലെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കർണാടകയിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇതാവുന്നത്, നിങ്ങൾ ആരാണ്, ഇത് എത്ര വലിയ VIP ആണെന്നാണ് അവർ ചോദിച്ചത്. ഇപ്പോൾ VIP ആയിട്ടല്ല, നമ്മുടെ ആളായതുകൊണ്ടാണ്, നമുക്ക് അവളെ രക്ഷിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇത് മുഖ്യമന്ത്രിയുടെ മകനായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ VIPയുടെ മകനായിട്ടോ ഒന്നല്ല. നമ്മുടെ ഒരാളാണ്. നമുക്ക് അതിന് വേണ്ടി ഇത്ര അധികം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിൽ ഇടപെടേണ്ട, പ്രധാനമന്ത്രി വരെ ഇടപെടേണ്ട രീതിയിലുള്ള കാര്യം നമ്മൾ അത്രയും ഫോഴ്സ് കിട്ടുന്നതുകൊണ്ടാണ്. നമുക്കൊരാളാണെങ്കിലും നമുക്കത് അതിനു വേണ്ടി അത്രയും നമ്മൾ മുന്നിട്ടിറങ്ങും. ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ നമ്മൾ മലയാളികൾ, ഇപ്പോൾ ഇന്നലെ വന്ന വേറൊരു വാർത്തയായിരുന്നു, നമ്മൾ ഒരു വിദേശകാര്യ IAS ഒരാളെ ഏൽപ്പിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് ഒരു നിരത്തി നോക്കിയാൽ അത് കേന്ദ്രത്തിൻ്റെ ഒരു ഇതാണെങ്കിൽ കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പേര് ഏറ്റവും വിദേശത്തുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അത് നമ്മുടെ ഇപ്പോൾ ഇന്നലെ മെനിഞ്ഞാന്നുണ്ടായ ഒരു സംഭവമാണ്. ലാറ്റ്വിയയിൽ ഒരു കുട്ടി വെള്ളത്തിൽ പോയതുപോലെ 2-3 ദിവസമായിട്ട് കാണാനില്ലാത്ത ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ അതിനൊക്കെ യോജിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഗവൺമെൻറ് അങ്ങനെ ഒരാളെ വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനിയിപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വശമൊക്കെ പരിശോധിച്ച ശേഷം ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുക. എങ്കിൽ പോലും നമ്മുടെ ആൾക്കാർ ഒത്തൊരുമയും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ആ ഒരു സ്നേഹബന്ധവും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൈകോർക്കുന്ന രീതിയൊന്നും വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെ അർജുനായിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും അവസാന ഘട്ടത്തിലാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവർമാർ ആ സ്പോട്ടൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എന്തായാലും ഇപ്പോഴും പക്ഷേ അവിടെ മണ്ണിൻ്റെ സാന്നിധ്യം ഒരുപാടുണ്ട്. ആ മണ്ണെല്ലാം മാറ്റി, മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റി, ഇന്നിപ്പോൾ സൈന്യം കൂടി വന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.